നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോസ്റ്റലിൻ്റെ GST എക്സംഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഹോസ്റ്റലുകളുടെ GST ബാധ്യതയുമായി ബന്ധപ്പെട്ട് 53rd GST കൗൺസിലിൽ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളതാണ്. ഹോസ്റ്റലുകളുടെ GST ഒഴിവാക്കിയിരിക്കുകയാണ്. 15th ജൂലൈ 2024 മുതൽ, അതായത് ഇന്നലെ മുതൽ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഒരു സർക്കുലർ ചെയ്തിരുന്നു, സർക്കുലർ നമ്പർ 228. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹോസ്റ്റലുകളുടെ എക്സംഷൻ എന്തായിരുന്നു എന്ന് നോക്കാം. അതായത് ഹോസ്റ്റലുകൾ GST അടയ്ക്കണമെന്ന് പറഞ്ഞ് കുറേ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 18th ജൂലൈ 2022 മുതൽ ഇവർക്ക് GST ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസുകൾ, ഓർഡറുകളൊക്കെ വന്നിരുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നോട്ടീസ് വരിക, ഓർഡർ വരികയും അത് സുപ്രീം കോടതിയിൽ പോവുകയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ പെൻഡിങ് നിൽക്കുകയാണ്. ആ സമയത്താണ് 53rd GST കൗൺസിൽ റെക്കമെൻഡേഷൻ വരുന്നത്, ഹോസ്റ്റലുകൾക്ക് GST ഒഴിവ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തു. അതുപ്രകാരം ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. അതുപോലെ തന്നെ ഇന്നലെ ഒരു സർക്കുലറും ഇറക്കി. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ഹോസ്റ്റലുകൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഒരു മാസത്തേക്ക് 20,000 രൂപയേക്കാൾ 20,000 രൂപ അതിന് താഴെയാണെങ്കിൽ അവർക്ക് GST ബാധ്യത വരുന്നില്ല, എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഈ വ്യക്തി ഇവിടെ താമസിച്ചതിന്, ഹോസ്റ്റലിൽ നിന്നത് കണ്ടിന്യൂസ് പീരീഡ് ഓഫ് മോർ ദാൻ 90 days ആയിരിക്കണം. അതായത് 90 ദിവസമോ അതിനടും താഴെയാണ് ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളതെങ്കിൽ അതിന് ഒഴിവ് കിട്ടില്ല, ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒഴിവ് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് പീരീഡ് ആയിരിക്കണം. അപ്പോൾ രണ്ട് കാര്യം, 20,000 രൂപ വരെ ഉള്ളതിനാണ് ഒഴിവ്. അപ്പോൾ 20,000 രൂപ വരെ ഒരു മാസത്തേക്ക് ഒരു വ്യക്തിക്ക് 20,000 പെർ മെമ്പർ പെർ മന്ത് എന്ന് മാത്രമല്ല, കണ്ടിന്യൂസ് പീരീഡ് ഓഫ് മോർ ദാൻ 90 days ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഒഴിവ് കിട്ടും. ഓക്കെ. അപ്പോൾ ആർക്കൊക്കെയാണ് ഒഴിവ് കിട്ടുക? ഹോസ്റ്റലുകൾക്ക് കിട്ടും, ഹോട്ടൽസിന് കിട്ടും, അതുപോലെ തന്നെ സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയുള്ള താമസത്തിന് നിൽക്കുന്ന എല്ലാവർക്കും കിട്ടും. പക്ഷേ കണ്ടീഷൻ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് മോർ ദാൻ 90 days ആയിരിക്കണം. ഇപ്പോൾ ഹോട്ടലുകളിലൊന്നും അങ്ങനെ ഉണ്ടാവില്ല, നോർമലി ഉണ്ടെങ്കിൽ അവർക്ക് എക്സംഷൻ കിട്ടും, കണ്ടിന്യൂസ് പീരീഡ്. ഓക്കെ. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ എക്സംഷൻ ഇന്നലെ മുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്, അതായത് 15th ജൂലൈ 2024. ഓക്കെ. അങ്ങനെയെങ്കിൽ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നു. അതിനവർ സർക്കുലർ 228 പറഞ്ഞിട്ടുണ്ട്, GST തുടങ്ങിയ 1/7/2017 മുതൽ 14th ജൂലൈ 2024 വരെയുള്ള എൻറ്റയർ പീരീഡിനെ അത് റെഗുലറൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടാക്സ് അടച്ചിട്ടുണ്ടാവില്ല ആ പീരീഡിൽ. അപ്പോൾ അവരടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഒഴിവ് കൊടുത്തിട്ടുണ്ട്. ഇനി ചിലർ അടച്ചിട്ടുണ്ടാവും, അവർക്ക് തിരിച്ചു കിട്ടുകയുമില്ല, കാരണം അത് റെഗുലറൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതായത് എങ്ങനെയാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അടച്ചവരാണെങ്കിൽ അടച്ചു പോയി, ഇനി റീഫണ്ടൊന്നും കിട്ടില്ല. അടയ്ക്കാത്തവരാണെങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്കെതിരെ നോട്ടീസ് വരികയോ ഓർഡർ ആവുകയോ അപ്പീലാവുകയോ ചെയ്ത് ഡിസ്പ്യൂട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ സർക്കുലറും ഈ നോട്ടിഫിക്കേഷനും കാണിച്ചു കൊടുത്താൽ അതൊക്കെ ഡ്രോപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും, ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും ഇനിയും മനസ്സിലാക്കാനുണ്ട്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരാൾക്ക് വരുന്നൊരു സംശയം, ഈ സ്കൂളുകളും കോളേജുകളും നേരിട്ട് നടത്തുന്ന ഹോസ്റ്റലുകളുണ്ട്, അവിടെയും ഇതുപോലെ തന്നെയാണോ എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോസ്റ്റലുകളും ഈ സ്കൂളുകളും കോളേജുകളൊക്കെ നേരിട്ട് നടത്തുന്ന ഹോസ്റ്റലുകൾക്ക് ഓൾറെഡി എക്സംഷൻ നിലവിലുണ്ട്. അത് GST തുടങ്ങി അന്ന് മുതൽ നിലവിലുണ്ട്. നോട്ടിഫിക്കേഷൻ 12/2017 സീരിയൽ നമ്പർ 66 പറയുന്നുണ്ട്, എനി സർവീസ് ബൈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇറ്റ്സ് സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റാഫ് ഈസ് എക്സംപ്റ്റഡ്. അപ്പോൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സർവീസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കമേഴ്സ്യൽ കോച്ചിങ് സെൻറ്റേഴ്സ്, എൻട്രൻസ് കോച്ചിങ് പോലെയുള്ള സ്ഥാപനങ്ങളെ ഒന്നും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പരിഗണിക്കുകയില്ല. അതുകൊണ്ട് അവർ നടത്തുന്ന ഹോസ്റ്റലിനൊക്കെ ടാക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വരുന്നത്. എനിവേ, അപ്പോൾ നമുക്ക് നോക്കാം. സ്കൂളുകളും കോളേജുകളും നേരിട്ട് നടത്തുന്ന ഹോസ്റ്റലുകൾക്ക് ടാക്സ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതേസമയം മറ്റുള്ളവർക്കാണ് ഡിസ്പ്യൂട്ട് വന്നത്. ആ ഡിസ്പ്യൂട്ടാണ് ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുന്നത്, നമുക്ക് ഒഴിവ് കൊണ്ടുവന്നിരിക്കുന്നത്. 20,000 രൂപയുടെ ലിമിറ്റുണ്ട്, 90 ദിവസത്തിൻ്റെ ലിമിറ്റുണ്ട്. അത് രണ്ടും ഒരുമിച്ച് ഫുൾഫിൽ ചെയ്താലാണ് നമുക്ക് ഈ എക്സംഷൻ കിട്ടുക. ഇനി ഇതിൽ നമുക്ക് വരുന്ന മറ്റൊരു സംശയം വരുന്നത്,
ഇപ്പോൾ എക്സംഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അക്കോമഡേഷന് മാത്രമാണ്. പക്ഷെ ഒരു ഹോസ്റ്റലിലെ അക്കോമഡേഷൻ മാത്രമല്ല നടക്കുന്നത്. അവിടെ വരുന്നവർക്ക് പല സർവീസ് കൊടുക്കും, വാഷിംഗ്, ക്ലീനിങ്, അല്ലെങ്കിൽ ഫുഡ്. അപ്പോൾ ഫുഡിന് ടാക്സ് അടയ്ക്കേണ്ടി വരുമോ എന്നുള്ള സംശയം വരുന്നു. ഈ നോട്ടിഫിക്കേഷനായാലും സർക്കുലറായാലും ഇതിലൊക്കെ അക്കോമഡേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഭക്ഷണത്തിനും മറ്റ് സർവീസുകൾക്കും, താമസം ഒഴികെയുള്ള മറ്റ് സർവീസുകൾക്കൊക്കെ ഒഴിവ് നിയമത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസ, ഹോസ്റ്റലിൽ നിൽക്കുന്നവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പൈസ ഇൻക്ലൂസീവ് ഓഫ് എല്ലാതും കൂടിയിട്ടാണെങ്കിൽ, എല്ലാം അടക്കമായിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു 10,000 രൂപയാണ് മൊത്തം ചാർജ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് താമസവും ഭക്ഷണവും അടക്കം എന്ന് പറഞ്ഞാൽ താമസമാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സർവീസ്. അതുകൊണ്ട് അതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആവുകയും 10,000 രൂപയ്ക്കും എക്സംഷൻ കിട്ടും. അല്ലെങ്കിൽ 15,000 ആണെങ്കിൽ 15,000, 20,000 20,000 എക്സംഷൻ കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, താമസത്തിന് വേറെ എമൗണ്ട്, ഭക്ഷണത്തിന് കഴിക്കുന്നതിനനുസരിച്ച്, ഏതാണ് കഴിക്കുന്നത് അതിനനുസരിച്ച് റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പോസിറ്റ് സപ്ലൈ ആവുകയില്ല, അത് സെപ്പറേറ്റ് സപ്ലൈ ആയിരിക്കും, അത് ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഭക്ഷണത്തിനും സെപ്പറേറ്റ് ചാർജ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഒരാൾ പറയുന്നു ബിരിയാണി കഴിക്കുന്ന 100 രൂപ, അല്ലെങ്കിൽ ഇഡലി കഴിക്കുന്ന 50 രൂപ, ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കോമ്പോസിറ്റ് സപ്ലൈയുടെ ഭാഗം ആവുകയില്ല, അത് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ടാക്സ് വരും. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈ ആണെങ്കിൽ മാത്രമാണ് ടോട്ടൽ എമൗണ്ടിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 20,000 രൂപ താഴെ വന്നാലാണ്, 20,000 അല്ലെങ്കിൽ 20,000 താഴെ വന്നാലാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. 90 ദിവസത്തിൻ്റെ കാര്യം മറന്നു പോകരുത്, കാരണം എല്ലാവരും മറക്കാൻ സാധ്യതയുണ്ട്. ഇനി അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കോമ്പോസിറ്റ് സപ്ലൈയുടെ കൺസെപ്റ്റ് മനസ്സിൽ വേണം. അല്ലാതെ ചുമ്മാ ടോട്ടലിന് ടാക്സ് ഇല്ല, ഹോസ്റ്റലിലെല്ലാം ഫ്രീ ആയി, അങ്ങനെയല്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ അറിവിലേക്കായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾ യു ക്യാൻ റൈറ്റ് സിമ്പിൾ താങ്ക് യു. അത് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ള മറ്റ് സംശയങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് താമസിച്ചിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ചിലപ്പോൾ എന്താണ് ഉണ്ടാവാൻ സാധ്യത, ഒരാൾ ഹോസ്റ്റലിൽ 1 മാസത്തേക്ക് താമസിച്ചു, അല്ലെങ്കിൽ 2 മാസത്തേക്ക് താമസിച്ചു, അല്ലെങ്കിൽ 80 ദിവസത്തേക്ക് താമസിച്ചു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവ് കിട്ടില്ല, ടാക്സബിൾ ആയിരിക്കും. കണ്ടിന്യൂസ് സ്റ്റേ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് സ്റ്റേ ഉണ്ടെങ്കിൽ മാത്രമേ ഒഴിവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ 1 മാസം വന്ന് താമസിച്ചു, അപ്പോൾ ടാക്സ് ഇല്ല എന്ന് വിചാരിച്ചു, കാരണം അയാൾ 90 ദിവസം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ അയാൾ പോയി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ടാക്സ് ഇല്ല എന്ന് വെച്ച് തുടങ്ങിയെങ്കിലും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, കാരണം 90 ദിവസം ഇല്ലാത്തതുകൊണ്ട്. ചിലരൊക്കെ 1 മാസം, ഏപ്രിൽ മാസം വന്ന് താമസിച്ചു, 10 ദിവസം പോയി, പിന്നെ വീണ്ടും മെയ് 10-ാം തീയതി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് കണ്ടിന്യൂസ് സ്റ്റേ ഉണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ 90 ദിവസം എന്നുള്ളത് കണ്ടിന്യൂസ് ആയിരിക്കണം, കണ്ടിന്യൂസ് സ്റ്റേ ആയിരിക്കണം. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ സപ്പോസ് 21,000 രൂപയാണ് ഒരു ഹോസ്റ്റലിൽ ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോസ്റ്റല് സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഏതും ആയിക്കോട്ടെ. 20,000 രൂപയോ അതിന് താഴെയാണെങ്കിൽ എക്സംഷൻ കിട്ടുള്ളൂ. 21,000 രൂപയാണെങ്കിൽ ഒരു സംശയം വരുന്നു, നമ്മൾ 20,000 കടന്നതുകൊണ്ട് 21,000-നും ടാക്സ് അടയ്ക്കേണ്ടി വരുമോ, അതോ 20,000-ന് മേലെയുള്ള 1,000-ന് മാത്രം ടാക്സ് അടച്ചാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം വരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഇത് ക്ലാരിഫൈ ചെയ്യണം ഈ ഒരു പോയിന്റ്, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യമുള്ളത്, സപ്പോസ് നമ്മൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട്, ഇപ്പോൾ സപ്പോസ് താമസത്തിന് 7,000 രൂപ, പിന്നെ ഭക്ഷണത്തിന് 3,000 രൂപ എന്ന് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് ടാക്സ് വരും. ഈ 3,000-ന് ടാക്സ് വരും. കാരണം എന്താ, സെപ്പറേറ്റ്ലി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് വരും. ഏതിന്, ഭക്ഷണത്തിന് അല്ലെങ്കിൽ വാഷിങ്ങിന്. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ ചാർജ് ചെയ്താലാണ് ഒഴിവ് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റലിൽ ഒരാൾ വരികയും അയാളിൽ നിന്ന് ഇപ്പോൾ 15,000 രൂപ ചാർജ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് താമസവും ഭക്ഷണവും ക്ലീനിങ് എല്ലാം അടക്കം. അങ്ങനെയാണെങ്കിൽ അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്, എക്സംഷൻ കിട്ടും. പക്ഷേ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രോബ്ലം വരും. അപ്പോൾ ടാക്സ് റേറ്റ് അതാത് നിരക്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കണ്ടിന്യൂസ് സ്റ്റേ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പ്രൂഫ് ഉണ്ടായിരിക്കണം, റെക്കോർഡ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആരാണ് താമസിച്ചത്, എത്ര നാൾ താമസിച്ചു എന്നുള്ളതൊക്കെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്,
20 ലക്ഷം വരെ ആർക്കും GST രജിസ്ട്രേഷൻ ആവശ്യമില്ല. കാരണം ഒരു സർവീസ് പ്രൊവൈഡർക്ക് GST നിയമം പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു വർഷത്തെ ടോട്ടൽ കളക്ഷൻ 20 ലക്ഷത്തിന് താഴെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണമെന്നില്ല. അപ്പോൾ 20 ലക്ഷം കടന്നാൽ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഹോസ്റ്റലാണ്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് പെർ മന്ത് 20,000 താഴെയാണ്, കണ്ടിന്യൂസ് സ്റ്റേ ആയിട്ട് 90 ദിവസങ്ങൾ മേലെ പോകുന്ന കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ എൻറ്റയർ ഔട്ട്വേർഡ് സപ്ലൈ എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് 20 ലക്ഷം കടന്നാലും രജിസ്ട്രേഷൻ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഈ താമസം കൂടാതെ, ഈ പറയുന്ന താമസം കൂടാതെ ഭക്ഷണത്തിനോ മറ്റിനോ സെപ്പറേറ്റ്ലി ചാർജ് ചെയ്യുകയൊക്കെ ചെയ്താൽ അതും കൂടി ടേൺ ഓവറിൻ്റെ ഭാഗമായി വരും. അങ്ങനെ വരുമ്പോൾ അതിന് ടാക്സ് വരുന്നത് കൊണ്ട് നിങ്ങൾ 20 ലക്ഷം കടക്കുമ്പോൾ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുകയും ടാക്സബിൾ പോർഷനിൽ മാത്രം ടാക്സ് അടയ്ക്കാൻ വേണ്ടി വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിമിറ്റ്. അല്ലാതെ ഹോസ്റ്റലുകൾ ഫുള്ളി എക്സംപ്റ്റഡ് ആയെന്നല്ല, ഈ പറയുന്ന കണ്ടീഷനുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട എക്സംഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. GST തുടങ്ങിയ അന്ന് മുതൽ 14th ജൂലൈ 2024 വരെ റെഗുലറൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്പ്യൂട്ട് ഉള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണിച്ചു കൊടുത്താൽ ഡിസ്പ്യൂട്ട് മാറി കിട്ടും. അടച്ചു പോയവർക്ക് വേറെ രക്ഷയൊന്നുമില്ല, പൈസ ഓൾറെഡി പോയി കഴിഞ്ഞവർക്ക് റീഫണ്ട് കിട്ടുകയില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റു വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. വീട്ടുവാടകയ്ക്ക് GST ഇല്ല. ഇപ്പം എനിക്കൊരു വീടുണ്ട്, ഞാനത് വാടകയ്ക്ക് കൊടുക്കുകയാണ്, ഒരാൾക്ക് താമസിക്കാൻ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്തിന് വീട് താമസിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതിന് കിട്ടുന്ന വരുമാനത്തിന് ഞാൻ GST അടയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സംഷൻ വേറെയുണ്ട്. നമ്മളൊരു സുഹൃത്തിന് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, അയാൾക്ക് താമസിക്കാനായിട്ട്, അതിന് GST വരുന്നില്ല, കിട്ടുന്ന എമൗണ്ടിന് GST ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന സ്കൂളുകളും കോളേജുകളും നേരിട്ട് നടത്തുന്ന ഹോസ്റ്റലിന് ടാക്സ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെയുള്ള മൂന്നാമത്തെ കാര്യമാണ് ഹോസ്റ്റലിൻ്റെ എക്സംഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.